അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവാസികളോടാണ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത പ്രയാസങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ടാവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അവരുടെ കുടുംബം, മക്കൾ, എല്ലാവർക്കും ഒരു മതപരമായ ഒരു അന്തരീക്ഷത്തിൽ ആ കുട്ടികളെ വളർത്താനും മുതിർന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനും മലയാള ഭാഷയിൽ കാര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ വെള്ളിയാഴ്ച ജുമഴക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മലയാള ഖുതുബകൾ വളരെ കുറവാണ്. വളരെ അപൂർവ രാജ്യങ്ങളിൽ മാത്രമേ സംവിധാനങ്ങളുള്ളൂ, സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയില്ല. അപ്പോൾ വെള്ളിയാഴ്ച ഖുതുബ നമുക്ക് കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ്, മദ്രസ സംവിധാനങ്ങൾ അതൊന്നും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്ലാമികമായ പഠനങ്ങൾ നടത്താൻ എന്തുണ്ട് മാർഗം? അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ട്യൂഷൻ്റെ ആളുകൾ, അതുപോലുള്ള സംവിധാനങ്ങൾ ഒക്കെ ഒരുപാട് പരിമിതികളാണ്. എന്നാൽ അതിനുള്ളൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതുപോലെ ജമീൽ ആപ്പ്, ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ നിങ്ങളുടെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള 100 കണക്കിന് കോഴ്സുകളാണ് അതിലുള്ളത്. പിന്നെ 24 മണിക്കൂർ റേഡിയോ പ്രവർത്തിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. അൽഹംദുലില്ലാഹ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പ്രവാസി ലോകത്ത് ഇന്ന് പീസ് റേഡിയോ അവരുടെ ഒരു ഉറ്റ സുഹൃത്തായി മാറിയിട്ടുണ്ട്. ഒറ്റക്കൊക്കെ ഫ്ലാറ്റുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഇതുള്ളത് കൊണ്ട് അവർക്ക് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്, ഒരു മാർഗദർശിയുണ്ട് എന്ന ഒരു കോൺഫിഡൻസ് പലർക്കും ഉണ്ട്. അതിൻ്റെ ഫീഡ്ബാക്കുകളിൽ നിന്ന് ഞങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാനിത് പറയുന്നത്, ഇത് നിലനിൽക്കണം, ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യണം. അതിന് വലിയ സാമ്പത്തിക ഭാരം നമുക്കുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ റമദാനിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു നല്ലൊരു വിഹിതം അതിനു വേണ്ടി, അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ അയക്കണം. ഇതിൻ്റെ ഈ സ്ക്രീനിൽ തന്നെ ഡൊണേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഓൺലൈനിലൂടെ തന്നെ, സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പറും അനുബന്ധമായ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാ വിവരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം അയക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിശുദ്ധ റമദാനിൻ്റെ പവിത്രത മനസ്സിലാക്കി കഴിയുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും കൈവച്ചാൽ, ഇതിൻ്റെ ശ്രോതാക്കളായ എല്ലാവരും കൈവച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ സാങ്കേതിക വിദ്യ ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാങ്കേതിക വിദ്യയോടൊപ്പം നമ്മൾ ഓടാതിരുന്നാൽ നമുക്കിത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സാധനങ്ങൾ മാറ്റേണ്ടി വരുന്നു, സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടി വരുന്നു, സ്റ്റാഫിനെ കൂടുതൽ വെക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് ചെലവുകൾ നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമാധാനത്തിൻ്റെ ഈ ഒരു തീരം ഒരിക്കലും അണഞ്ഞു പോകാൻ പാടില്ല. ഈ വിളക്ക് ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ താങ്ങും തണലുമാണ് ഇതിലേറ്റവും പ്രതീക്ഷയുള്ളത്. നിങ്ങൾ സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.